തകർക്കാൻ പറ്റാത്തൊരു വണ്ടി. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ഐക്കോണിക് പിക്കപ്പ് ട്രക്ക് ടൊയോട്ട ഹൈലക്സ്. -ഡിഗ്രി തണുപ്പിലും സഹാറ മരുഭൂമിയിലും എന്ത് കട്ടപ്പണി വന്നാലും ഈ ട്രക്ക് ഓടുക തന്നെ ചെയ്യും. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ട്രക്ക് ലോകമെമ്പാടും ഇത്ര ജനകീയമായത്? കാര്യങ്ങൾ തുടങ്ങുന്നത് 1968-ലാണ്. ഹൈ ലക്ഷറി എന്നതിൽ നിന്നാണ് ഹൈലക്സ് എന്ന പേര് വന്നത്. ആദ്യം വന്നത് ഒരു ചെറിയ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലാണ്. അക്കാലത്ത് സാധാരണ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ചെറിയ വണ്ടിയായിരുന്നു. പക്ഷെ 1970-കളിൽ ഇത് US-ലേക്കും പിന്നീട് ലോകമെമ്പാടും എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കാര്യങ്ങൾ മാറി. ഇന്നോവയ്ക്കും ഫോർച്യൂണറിനും ഒപ്പം IMB പ്ലാറ്റ്ഫോമിലാണ് ഹൈലക്സ് ഒരുങ്ങുന്നത്. BBC-യുടെ ടോപ്പ് ഗിയർ എന്ന ഓട്ടോമൊബൈൽ ഷോയിലൂടെയാണ് ഹൈലക്സിന്റെ അൺകില്ലബിൾ ഇമേജ് ലോകം കണ്ടത്. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ടും കടലിൽ മുക്കി തീ ഇട്ടും തുടങ്ങിയ അങ്ങേയറ്റ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും എഞ്ചിനും വണ്ടിയും സ്റ്റാർട്ടായതോടുകൂടി ഹൈലക്സിന്റെ ആഗോള ശ്രദ്ധ ലഭിക്കുകയായിരുന്നു. 1968-ൽ ഇറങ്ങിയതിനു ശേഷം ഇതുവരെ ലോകമെമ്പാടുമായി 2 കോടിയിലധികം ഹൈലക്സ് ആണ് ടൊയോട്ട വിറ്റത്.